2 സ്പൂണും എടുത്തിട്ട് ഇതുപോലെ നമുക്കങ്ങോട്ട് ഇട്ടു കൊടുക്കും. നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ഉണ്ടല്ലോ ഇന്നത്തെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ടല്ലോ, അതായത് നമ്മുടെ ചെടികളൊക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ അങ്ങ് ഹൈറ്റ് വെച്ച് പോയിട്ട് ആ ചെടി കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല അല്ലേ. അപ്പം അങ്ങനെ നിൽക്കുന്ന ചെടികളെയൊക്കെ നമ്മൾ എങ്ങനെയാണ് നല്ല ബുഷിയാക്കി എടുത്ത് നല്ല അടിപൊളി പ്ലാന്റ് ആക്കി എടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നല്ല വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മൾ ചെടികളെ ഇഷ്ടപ്പെടുന്നവർ എപ്പോഴും ആ ചെടികളെ നിറഞ്ഞ് പൂക്കൾ തരാനൊക്കെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയും നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണെന്നറിയുമോ, ഇത് നമ്മുടെ ഡബിൾ ബോൾസം പ്ലാന്റ്. എന്താ പറയുക, നമ്മൾ ഇതുപോലെ നമ്മുടെ ചെടിയിൽ കുറേ പൂക്കളൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കുത്തിപ്പിടിപ്പിച്ച് പുതിയ ചെടികളൊക്കെ ആക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ചെടികളെല്ലാം നമുക്കിനി കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റിനെ നമുക്ക് നല്ല ബുഷിയാക്കി എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നതെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പം ഇത് ഞാൻ നമ്മുടെ ഈ ഒരു ചെടി മുന്നേ ഞാൻ എടുത്തു വെച്ചൊരു ഭാഗമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഒരു ചെടീനെ എങ്ങനെ നല്ല ഭംഗിയാക്കി എടുക്കാം എന്ന് എല്ലാവർക്കും മനസ്സിലാകും കേട്ടോ. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ നമ്മുടെ ചെടികൾ ഞാനെല്ലാം കട്ട് ചെയ്ത് നിർത്തിയേക്കണതാണ്. ഇനി നല്ല വളങ്ങളും കൂടെ കൊടുത്തൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെടികൾക്ക് വന്ന ഒരു മാറ്റമാണ് കേട്ടോ എന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, നമ്മുടെ ചെടികളെല്ലാം നല്ല ബുഷിയായിട്ടും നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മുടെ പ്ലാന്റ്സ് നിൽക്കുന്നത്. നമ്മൾ നട്ടേക്കണ ആ ഒരു കവറും അല്ലെങ്കിൽ പോട്ടായാലും നിറഞ്ഞ് തിങ്ങി ഇതാ ഫുള്ളും നമ്മുടെ ആ ഒരു ഗ്രോ ബാഗ് കാണാത്ത വിധത്തിൽ നമുക്ക് ഇതാ ചെടി നല്ല ബുഷിയായിട്ടുണ്ട് കേട്ടോ. ഇതാ എല്ലാ പ്ലാന്റ്സും അങ്ങനെയാണുള്ളത്. ഇത് കണ്ടോ. അപ്പം ഇതുപോലെ നമ്മൾ എങ്ങനെയാണ് ഒരു ചെടീനെ നമുക്കിങ്ങനെ ആക്കിയെടുക്കാൻ പറ്റുന്നത്. അതുമാത്രമല്ല ഇതുപോലെ നല്ല ബുഷിയായിട്ട് നിറച്ചിങ്ങനെ മുട്ടുകൾ എങ്ങനെ വരുന്നു എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെയുള്ള പ്ലാന്റ്സ് ഞാൻ എല്ലാം അന്ന് കട്ട് ചെയ്ത് കൊടുത്ത് വൃത്തിയാക്കിയതാണ് കേട്ടോ. കണ്ടോ, എല്ലാത്തിലും ഒരേ ഹൈറ്റിലാണ് നമ്മുടെ ചെടികളെല്ലാം നിൽക്കുന്നത്. ഇനി ഇതെല്ലാം ഒരുപോലെ അങ്ങോട്ട് പൂക്കളും കൂടെ തരും കേട്ടോ. ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. നമ്മൾ ഈ ഒരു ചെടി വളർത്തുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പോട്ടി മിക്സർ നമ്മൾ ആദ്യം റെഡിയാക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ആ നല്ലൊരു പോട്ടി മിക്സർ ആണെങ്കിൽ തന്നെ നമ്മുടെ ഈ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുവേ. അപ്പോൾ കൂടുതലും അത്യാവശ്യം നല്ല ഇളക്കമുള്ള മണ്ണിലൊക്കെ നമ്മുടെ ഈ ഒരു ചെടീനെ നട്ടു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്ലാന്റ് ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫംഗിസൈഡ് ഇടയ്ക്കിടയ്ക്ക് ചെടീൻ്റെ ചോട്ടിൽ കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ നിൽക്കുന്ന ചെടികളെ ഉണ്ടല്ലോ ഹൈറ്റ് വെച്ച് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കൊടുത്ത് വീണ്ടും അതിങ്ങനെ തളിർത്ത് വന്ന് ഒരു പൂക്കളൊക്കെ തരാനായിട്ട് നമുക്കൊരു കുറച്ച് ടൈം എടുക്കും കേട്ടോ. നേരെ മറിച്ച് നമുക്ക് റൂട്ട് പിടിപ്പിച്ച നമ്മുടെ ഒരു പ്ലാന്റാണ് നമ്മളിങ്ങനെ പുതിയതായിട്ട് വീണ്ടും സെറ്റ് ചെയ്യുന്നതെങ്കിൽ അത് പെട്ടെന്ന് അങ്ങോട്ട് ബുഷിയായിട്ട് നിറച്ച് പെട്ടെന്ന് പൂക്കൾ തരും കേട്ടോ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മദർ പ്ലാന്റ് ആണ്. അപ്പോൾ മദർ പ്ലാന്റ് ആയതുകൊണ്ട് നമുക്കിത് ഒരു കാരണവശാലും നമുക്ക് കളയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ചെടീനെ തന്നെ നമ്മളിങ്ങനെ മൊത്തം ഇങ്ങനെ പ്രൂണിങ് ഒക്കെ ചെയ്ത് വീണ്ടും നമ്മൾ കണ്ടോ ഇതുപോലെ ആക്കിയെടുത്തതാണ്. ഇനി നമ്മൾ സാധാരണ രീതിയിലുള്ള നമ്മളിപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ബുഷിയായിട്ട് വന്നതാണല്ലോ. ഇനി അതല്ലാതെ നമ്മളൊരു പുതിയ നല്ലൊരു ചെറിയ പ്ലാന്റ് നമ്മൾ എങ്ങനെ നമുക്ക് നട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ബുഷിയാക്കി എടുക്കാം എന്ന് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നമുക്കുണ്ടല്ലോ ഇതിൽ നിന്ന് നമുക്ക് 2 പ്ലാന്റ് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പോട്ടിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ 2 കളറായിട്ട് നടാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഒരു കളറായിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇതുപോലത്തെ ഒരു പ്ലാന്റ് ആണെങ്കിൽ നമുക്കൊരു 2 പ്ലാന്റൊക്കെ നമുക്ക് ഒരു പോട്ടിൽ നട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ ചെടി നല്ല ബുഷിയായിട്ട് വരുവേ. അപ്പോൾ നമ്മളിവിടെ ഗ്രോ ബാഗ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് മണ്ണും മണൽ ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ലാം കൂടെ ചേർത്ത് വെച്ചേക്കണം നല്ലൊരു പോട്ടി മിക്സറാണ് കേട്ടോ. അപ്പം ഇതിലേക്ക് നമ്മൾ പെട്ടെന്നൊരു ചെടീനെ ബുഷിയാക്കി എടുക്കാനാണ്. അപ്പോൾ ഇതിലേക്ക് ഇതുപോലെ നമ്മൾ ഒരു പ്ലാന്റിന് നമ്മളിങ്ങനെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇത് നമ്മുടെ അതുപോലത്തെ തന്നെ ഒരു പ്ലാന്റാണ് കേട്ടോ, സെയിം കളറാണ്. അപ്പം ഇത് നമ്മൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൈഡിലേക്ക് ഇതുപോലെ അങ്ങ് നട്ടു കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഒരു പോട്ടിൽ നമ്മൾ ഒരു 2-3 പ്ലാന്റ് ഒന്നിച്ച് നടുവാണെങ്കിൽ ഈ ഒരു പ്ലാന്റ്, അതായത് ഈ ഒരു ചെടി പെട്ടെന്ന് ഇതുപോലെ നല്ല ബുഷിയായിട്ട് വന്ന് അതേപോലെ ആയി തീരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ചെടീനെ നട്ടു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ നടുന്നത് എല്ലാവരും കണ്ടില്ലേ. അപ്പം അങ്ങനെയൊക്കെ നട്ടു കൊടുത്താൽ ആ നല്ല കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേ കണ്ടല്ലോ ആ ചെടി നല്ല ഇങ്ങനെ വട്ടം വെച്ച് നിറച്ച് ബുഷിയായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ ഇതുപോലെ ഇപ്പോൾ എൻ്റെ ഒരു ചെടി നല്ല ഹെൽത്തി ആയിട്ട് ഒക്കെ നിൽക്കുമ്പോൾ ഞാനതിന് മെയിനായിട്ട് ഇപ്പോൾ കൊടുക്കുന്നത്, അതായത് മഴക്കാലത്ത് നമ്മളിങ്ങനെ ലിക്വിഡായിട്ടുള്ള വളങ്ങൾ പരമാവധി കൊടുക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്തേക്ക് കണക്കാക്കിയിട്ട് ഇതുപോലെ നമ്മുടെ ഇത് മുട്ടത്തോടാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നല്ല കഴുകി ഉണക്കി എടുത്ത് വെച്ചതാണ്.
അതുപോലെ തന്നെ നമ്മുടെ പഴത്തിൻ്റെ തോല്, ഉള്ളിത്തോല്, ഇതൊക്കെ ഈ മഴക്കാലത്ത് നല്ലോണം നമ്മൾ ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ചെടികളുടെ ചോട്ടിക്കടെ പൊടിച്ചിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കുക. അപ്പം ഈ ഒരു മുട്ടത്തോട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്ക് വരുന്ന കാൽസ്യത്തിൻ്റെ കുറവൊക്കെ അങ്ങ് നികത്തി നമ്മുടെ ചെടി നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. ഞാൻ നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ വേറൊരു സംഭവം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഉണ്ടല്ലോ, നല്ലോണം നമ്മൾ പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണത് എന്താണെന്നറിയാമോ? ഇത് നമ്മൾ ഈ കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു റോസ് ചെടികൾ നല്ല ഭംഗിയായിട്ട് പൂക്കളിടാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് നമ്മളോട് കുറേ പേര് വാങ്ങിയിട്ട് ഇത് ഉപയോഗിച്ചിട്ട് അവർ നല്ല റിസൾട്ടാണ് കേട്ടോ പറയുന്നത്. എന്നിട്ട് വീണ്ടും വീണ്ടും അവർ ഈ ഒരു വളം നമ്മളോട് ഓർഡർ ചെയ്യുന്നുണ്ട്. ഇതാണ് DNC19. അതായത് നമ്മുടെ ചെടികളുടെ എല്ലാ എന്താ പറയുക, ചെടികൾക്ക് വരുന്ന എല്ലാ രോഗങ്ങളും മാറ്റി തന്ന് ചെടികൾ നല്ല ഭംഗിയായിട്ട് പൂക്കളിടാൻ സഹായിക്കുന്ന ഒരു വളമാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലന്ന് നമ്മൾ റോസ് ചെടി നിറച്ച് പൂക്കൾ ആയി നിൽക്കുന്നതാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. അപ്പം ഇതും ഇതുപോലെ തന്നെ നമ്മുടെ DNC19 ആണ്. ഇത് ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് 1-2 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് തികച്ചും ഓർഗാനിക് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചെടികൾക്ക് യാതൊരു കംപ്ലൈൻറ്റും വരില്ല. പിന്നെ ഇത് രണ്ടും കൂടെ നല്ലതുപോലെ ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നമ്മുടെ ചെടികൾക്ക് ഇടാൻ ഉദ്ദേശിച്ചേക്കണ എല്ലാ ചെടികളുടെയും ചൂട്ടിക്കൂടെ ഉണ്ടല്ലോ, നമ്മളൊരു കുറച്ച് ഒരു സ്പൂണോ 2 സ്പൂണോ എടുത്തിട്ട് ഇതുപോലെ നമുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ കൈവശമുള്ള എല്ലാ ചെടികൾക്കും നമുക്ക് കൊടുക്കാം. ഫ്ലവറിങ് പ്ലാന്റ്സിന് എല്ലാത്തിനും കൊടുക്കാൻ പറ്റും നല്ലൊരു വളമാണ് കേട്ടോ ഈ ഒരു മഴക്കാലത്ത്. അപ്പോൾ ഇതുപോലെയുള്ള വളങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ ഒരു ചെടി നല്ല ഭംഗിയായിട്ട് നിറച്ച് മൊട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. ഇപ്പം നമ്മുടെ ഈ ഒരു ചെടി നിൽക്കുന്നത് എല്ലാം ഇതുപോലെ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഇതുപോലത്തെ വളമൊക്കെ കൊടുത്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഒരു ചെടി ഉണ്ടല്ലോ എല്ലാത്തിലും നിറച്ചങ്ങോട്ട് പൂവായിട്ട് വരും. അപ്പോൾ അന്നേരം അതിൻ്റെ ബാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉള്ളൊരു വളമൊക്കെ കൊടുത്ത് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ ഒരു ചെടിയാണ്. ഇത് കണ്ടോ, എന്ത് ഭംഗിയായിട്ടാണ് നോക്കി ഈ ഒരു ചെടി നിൽക്കുന്നത് നിറച്ച്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്ലാന്റ് നിറച്ച് മുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര ഭംഗിയുള്ള കളറിലുള്ളൊരു ഫ്ലവറാണ് കേട്ടോ. ഇത് കണ്ടോ, റെഡും വൈറ്റും കൂടെ കൂടിയ ഒരു ഫ്ലവർ വിരിയുന്ന ചെടിയാണ്. ഒരൊറ്റ പോട്ടിൽ നമ്മളിതുപോലെ കട്ട് ചെയ്ത് കൊടുത്ത് വളർത്തിയെടുത്ത് ഇങ്ങനെ ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതേ രീതിയിലുണ്ടല്ലോ നമ്മൾ ഈ ഒരു പ്ലാന്റ്സിനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വളങ്ങളും കാര്യങ്ങളും കൂടെ കൊടുക്കുമ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ചെടി പൂക്കും. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ മെലസ്റ്റോമ പൂമരം. നോക്കി എന്തൊരു ഭംഗിയെന്നറിയാം കാണാനായിട്ട്. വലിയൊരു മരമായിട്ട് അത്യാവശ്യം നിറച്ചിങ്ങനെ ഇതുപോലെ ഇങ്ങനെ പൂക്കളുണ്ടായി നിൽക്കുകയാണ് കേട്ടോ. ഇതുണ്ടോ, ഇഷ്ടം പോലെ മുട്ടുകളും ഉണ്ട് കേട്ടോ. അപ്പം ഇതുപോലത്തെ ചെടികളൊക്കെ ഉണ്ടല്ലോ, ഞാൻ നമ്മുടെ ഏതൊക്കെയോ വീഡിയോ ഞാൻ പറയാറുണ്ട്. ഇനി പൂച്ചെടികളെ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഇതുപോലത്തെ നല്ലൊരു ചെടി ഒരു 1-2-3 ചെടികൾ നമ്മുടെ ഗാർഡനിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ പൂട്ട് നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ പ്ലാന്റുകളെല്ലാം നല്ല ഭംഗിയായിട്ട് ഒരിക്കൽ പോലും നശിച്ചു പോകാതെ വളരെ നമുക്ക് ഹെൽത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പം എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെയൊക്കെയുള്ള നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ബൈ.